എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം. ജെറാനസ് കിച്ചണിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി ഒരു സലാഡിൻ്റെയാണ്. ഈ സലാഡ് ഒരു സാധാരണ സലാഡ് പോലെയല്ല, ഒരു സൂപ്പർ ഫുഡും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സലാഡാണ്. ആ സൂപ്പർ ഫുഡാണ് കീൻവ. കീൻവയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒരു അവയർനെസ്സും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കീൻവ എന്ന് പറയുന്നത് ഒരു ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ ഒരു വിത്താണ് കീൻവ. കീൻവ കൂടുതലായിട്ടും സൗത്ത് അമേരിക്കയിലാണ് കൃഷി ചെയ്തു വരുന്നത്. കീൻവ വളരെയധികം പോഷക സമൃദ്ധമായ ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡയറ്ററി ഫൈബർ, കാൽഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, മെഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതിൻ്റെ എല്ലാം ഒരു റിച്ച് സോഴ്സ് കൂടിയാണ് കീൻവ. കീൻവ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അതുപോലെ തന്നെ കീൻവയുടെ GI ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ കീൻവ വളരെ നല്ലതാണ്. അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് കീൻവ നല്ല ഒരു ഫുഡാണ്. ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ കൊളസ്ട്രോളിനും നല്ലതാണ് കീൻവ കൺട്രോൾ ചെയ്യാൻ. അതുപോലെ തന്നെ കീൻവ നമുക്ക് അരിക്കും ഗോതമ്പിനും ഒക്കെ പകരം റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ഫുഡ് കൂടിയാണ്. പെട്ടെന്ന് വിശപ്പ് ഫീൽ ചെയ്യില്ല കീൻവ കഴിച്ചാൽ. അങ്ങനെ കീൻവയ്ക്ക് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സൂപ്പർ ഫുഡ് വെറൈറ്റിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കീൻവ കുറച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതായത് പുട്ടുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ കീൻവ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫുഡിൽ അത് കൂടെ ചേർന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു സലാഡാണ്. കീൻവ വെച്ചിട്ട് നമുക്ക് പുലാവ് വരെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എത്ര നല്ല പാക്കറ്റാണെന്ന് പറഞ്ഞാലും കീൻവ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ അര കപ്പ് കീൻവയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 2 പ്രാവശ്യം വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ അരിപ്പിൽ വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റാം. കീൻവ നമുക്ക് സാധാരണ കടകളിലൊന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല. കീൻവ ഓൺലൈനായിട്ടാണ് കൂടുതലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചിലപ്പോൾ ബിഗ് ബസാർ പോലെയുള്ള കടകളിൽ കിട്ടുമായിരിക്കും. ഇത് ഞാനിവിടെ ആമസോണിൽ നിന്നാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തത്. പിന്നെ കീൻവ കുറച്ച് കോസ്റ്റ് കൂടുതലാണ് കീൻവയ്ക്ക്. സാധാരണ ഒരു ഗോതമ്പോ അരിയോ പോലെയല്ല, കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും കീൻവയ്ക്ക്. ഇപ്പം ഞാനിവിടെ അരക്കപ്പ് കീൻവയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഡബിൾ വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇത് വേവിച്ച് കഴിയുമ്പോൾ ഊറ്റൊന്നും വേണ്ട, വെള്ളമെല്ലാം അതിൽ അബ്സോർബ് ചെയ്ത് പിടിച്ചോളും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ. ഒരു 15 മിനിറ്റ് വരെ എടുക്കും സമയം ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ വെള്ളം മുഴുവൻ അല്ല അബ്സോർബ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം അബ്സോർബായി കഴിയുമ്പോഴേക്കും അത് വേവും. 15 മിനിറ്റ് എന്തായാലും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഇതിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് സലാഡാണ്. അപ്പോൾ ഉപ്പ് സലാഡ് ഉണ്ടാക്കുമ്പോൾ ചേർത്താലും മതി, പക്ഷേ ഞാനിവിടെ തന്നെ ഇതിൽ കൂടെ തന്നെ ചേർത്ത് വെക്കുകയാണ് ഉപ്പ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുക്കാം. നമ്മൾ ഗോതമ്പ് റവയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തമ്മിലൊട്ടിയിരിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത് വേവിക്കുമ്പോഴും ഇരിക്കുന്നത്. ഇതിങ്ങനെ വേർപെട്ടല്ല ഇരിക്കുന്നത്, ഇങ്ങനെ കുഴഞ്ഞൊക്കെ തന്നെയാണ് കീൻവ ഇരിക്കുന്നത്. വെന്ത് വരുമ്പോൾ കുറച്ച് സ്റ്റിക്കിയാണ്. പിന്നെ കീൻവ 3 കളറിൽ കിട്ടും. ഒന്ന് വെള്ള കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്, റെഡ് കളറുണ്ട്. അതിലേറ്റവും നല്ലത് വെള്ള കളർ ആയിട്ടുള്ള കീൻവയാണ്. അത് കുറച്ച് ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വെള്ള കളർ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ഞാനിവിടെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റുണ്ട്, ക്യാപ്സിക്കം, വെള്ളരി, സലാഡ് വെള്ളരി, ടൊമാറ്റോ,
ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഗ്രീൻ ഒനിയൻ ചേർത്തിട്ടുണ്ട്, അതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നാരങ്ങ നീര് വേണം. ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴായാലും സലാഡിന് നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ സൈഡർ വിനെഗർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 തുള്ളി നല്ലതാണ് അത് ചേർക്കുന്നത്. പിന്നെ ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിലിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇട്ടാലും മതി. കുറച്ച് ഓയിൽ, 2 തുള്ളി ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പും കുരുമുളകും. ഉപ്പ് നമ്മൾ നേരത്തെ കീൻവാക്കി ഇട്ടിട്ടുണ്ട്. ഇത് പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചൂട് ആയിട്ടുള്ള കിൻവയിലല്ല ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. തണുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, എന്നാലേ സലാഡായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു സലാഡാണ്. ഇത് സൂപ്പർ ഫുഡിൻ്റെ കൂടെ സലാഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡബിൾ സൂപ്പർ ആവുകയാണ്. അപ്പോൾ എല്ലാവരും കീൻവ കിട്ടിയാൽ ഇതുപോലത്തെ സലാഡ് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കീൻവയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കീൻവ ചെറിയൊരു കയ്പുണ്ട് കീൻവയ്ക്ക്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഗുണം നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ പ്രയാസമാണെന്ന് തോന്നുന്നു കീൻവ. പക്ഷേ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ഫുഡ് കൂടിയാണ് കീൻവ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ജറാനാസ് കിച്ചൺ കണ്ട എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നല്ലൊരു റെസിപ്പിയായിട്ട്. വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.